കന്യാകുമാരിയിലെ പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോയാലോ? നാഗർകോവിൽ ബസ് സ്റ്റേഷനാണിത്. വഴിയരികിൽ കണ്ട ഒരു പഴയ ക്ഷേത്രം. തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസ്. ഇതാണ് മരുത്വാമല, മരുതുവാഴും മലൈ എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. നമ്മുടെ രാമായണത്തിൽ യുദ്ധത്തിൽ പരിക്കേറ്റ ലക്ഷ്മണന് ചികിത്സയ്ക്കായി മൃതസഞ്ജീവനി ചെടി വേണമായിരുന്നു. ഹിമാലയത്തിലാണ് അതുള്ളത്. അത് കൊണ്ടുവരാൻ ഹനുമാൻ ആകാശമാർഗം പോയി. പക്ഷേ ചെടിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ മല മുഴുവനോടെ ഇങ്ങ് കൊണ്ടുവന്നു. ചികിത്സയൊക്കെ കഴിഞ്ഞ് മലയെ തിരികെ ഹിമാലയത്തിൽ കൊണ്ടുവയ്ക്കാൻ ആകാശമാർഗം കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും അടർന്നു വീണതാണ് ഈ മരുത്വാമല എന്നാണ് ഐതിഹ്യം. ഒരു കനാൽ. കന്യാകുമാരി ജില്ലയിൽ ധാരാളം ജലസ്രോതസ്സുകളുണ്ട്. അതുകൊണ്ട് ധാരാളം കൃഷിയുമുണ്ട്. തമിഴ്നാട്ടിലെ മറ്റു ജില്ലകളിൽ വെള്ളത്തിന് ക്ഷാമമുണ്ട്. എന്നിട്ടും കേരളത്തിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയിലെ വിവേകാനന്ദ കേന്ദ്രം. കന്യാകുമാരി ബീച്ച് എത്തി. ഈ കാണുന്ന മനോഹരമായ ആ സ്തംഭം കണ്ടോ? അതിൻ്റെ 4 ചുറ്റും അതിനടുത്തേക്ക് ആർക്കും പോകാൻ പറ്റാത്ത വിധത്തിൽ കച്ചവട സാധനങ്ങൾ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ? ഇന്ത്യയിൽ പൊതുവേ ഉള്ള ഒരു രീതിയാണിത്. കാണാൻ നല്ല കാഴ്ചകൾ എവിടെ ഉണ്ടോ അത് മറച്ചുകൊണ്ടാണ് കച്ചവടം. കാഞ്ചി കാമകോടി പീഠം. സുനാമി മെമ്മോറിയൽ പാർക്കിന് മുന്നിലാണ് ഈ 2 കാഴ്ചകളും. നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് പോകുന്ന വഴിയിൽ പല ഹെയർപിൻ വളവുകളിലും നല്ല ഗംഭീരമായ സൈറ്റ് സീയിങ് പോയിന്റുകളായിരുന്നു പണ്ട്. ഇപ്പോൾ അവിടെയെല്ലാം കച്ചവട സ്ഥാപനങ്ങൾ വന്ന് നിറഞ്ഞ് നല്ല കാഴ്ചകളെല്ലാം മറച്ചു. വിവേകാനന്ദ പാറയെയും തിരുവള്ളുവർ പ്രതിമ നിൽക്കുന്ന പാറയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. എല്ലാ സ്ഥലങ്ങളിലും കച്ചവടം അനുവദിക്കരുത്. മനോഹരമായ കാഴ്ചകൾ കാണാനല്ലേ ആളുകൾ വരുന്നത്. കച്ചവടക്കാരെയൊക്കെ ദൂരോട്ട് മാറ്റണം. ടാർപാളിൻ വലിച്ചു കെട്ടുന്നത് എത്രത്തോളം വികൃതമാക്കാമോ അത്രയും ചെയ്യും. കച്ചവടക്കാരെ കാഴ്ചകൾക്ക് കോട്ടം തട്ടാത്ത സ്ഥലത്തേക്ക് മാറ്റണം. ബീച്ചിലെ കൽമണ്ഡപം. കന്യാകുമാരിയിലെ ഈ കടല് ത്രിവേണി സംഗമമാണ്. എൻ്റെ മുന്നിൽ കാണുന്നത് ഇന്ത്യൻ ഓഷൻ, വലതുവശത്ത് കാണുന്നത് അറബിക്കടൽ, ഇടതുവശം ബേ ഓഫ് ബംഗാൾ. അതിഭയങ്കരമായ കാറ്റ് കാരണം വിവേകാനന്ദ പാറയിലേക്കും തിരുവള്ളുവർ പ്രതിമയുടെ അടുത്തേക്കും ആരെയും കടത്തിവിടുന്നില്ല. ബോട്ട് സർവീസും നിർത്തിവെച്ചിരിക്കുകയാണ്. കാറ്റ് കുറഞ്ഞതിന് ശേഷമേ ഇനി ബോട്ട് സർവീസുകൾ തുടങ്ങുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഷൂട്ട് ചെയ്യാനായി മൊബൈലോ ക്യാമറയോ പിടിക്കാൻ തന്നെ വലിയ പാടാണ്. അത്രയ്ക്കും കാറ്റാണ്. ഈ വരുന്ന തിരമാലയിലെ വെള്ളം ഏത് കടലിലെ ആയിരിക്കും? ഇന്ത്യൻ ഓഷൻ്റേതോ അറബിക്കടലിൻ്റേതോ അതോ ബേ ഓഫ് ബംഗാളിൻ്റെയോ? ഏതായാലും ക്യാമറ ഉപയോഗിച്ച് ആ ഗ്ലാസ് ബ്രിഡ്ജിനെയും മറ്റു കാഴ്ചകളെയും സൂം ചെയ്ത് നോക്കിയപ്പോഴത്തെ കാഴ്ചകൾ പുറകെ വരുന്നുണ്ട്. പല ആംഗിളുകളിൽ നിന്നും സൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെ മായമ്മ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലേക്ക് പോകാം. ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് തന്നെ 20 രൂപ എൻട്രി ഫീ ഉണ്ട്. മുൻപ് ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻട്രി ഫീ ഇല്ലായിരുന്നു. നീണ്ട നേരം ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാനുള്ള ഫീയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അമ്പലത്തിലേക്ക് കയറണമെങ്കിൽ പോലും ഫീ കൊടുക്കേണ്ടി വരുന്നത് വളരെ മോശമായ കാര്യമാണ്. പ്രവേശനത്തിന് പോലുമുള്ള ഈ ഫീ ക്ഷേത്രങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത ആണെന്ന് തോന്നുന്നു. വളരെ മോശമാണ്. കിഴക്ക് വശത്തെ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണിത്. ക്ഷേത്ര കവാടത്തിന്റെ മുകൾ ഭാഗം. കിഴക്കേ നടയിൽ നിന്നും കടൽ തീരത്തേക്ക് ഇറങ്ങാനുള്ള പടികളും കൽമണ്ഡപവും. ഇതാണ് വിവേകാനന്ദ പാറയെയും ഗ്ലാസ് ബ്രിഡ്ജിനെയും മറ്റും സൂം ചെയ്തിട്ടുള്ള ആദ്യത്തെ ദൃശ്യം. വലതുവശത്തു നിന്നുമാണ് സൂം ചെയ്തിരിക്കുന്നത്.
പണി ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. ക്രെയിനുകളെയൊക്കെ കാണാം. 2025 ജനുവരി 1 തീയതി ഉദ്ഘാടനം ചെയ്തു എന്നേ ഉള്ളൂ. പണികൾക്കായുള്ള സാധന സാമഗ്രികളും മെഷീനറീസും എല്ലാം ഇപ്പോഴും അവിടെയുണ്ട്. ഈ മുന്നിൽ കാണുന്നത് ശ്രീപാദ മണ്ഡപമാണ്. കന്യാകുമാരി ദേവിയുടെ കാൽപാദം പതിഞ്ഞ ഒരു ശില അതിനകത്തുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ലൈറ്റപ്പ് ചെയ്യുവാനുള്ള ടവറുകളാണ് മുന്നിൽ കാണുന്നത്. തിരുവള്ളുവർ പ്രതിമ 41 മീറ്റർ ഉയരം, അതായത് 133 അടി ഉയരം. 2025 ജനുവരി 1 തീയതി മുതൽ സ്റ്റാച്യു ഓഫ് വിസ്ഡം ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രതിമയെ. തിരുവള്ളുവർ പ്രതിമയുടെ അടുത്തുള്ള ബോട്ട് ജെട്ടിയിൽ നിന്നും ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള വഴി. തിരുവള്ളുവർ പ്രതിമ നിൽക്കുന്ന പാറയിലെ ബോട്ട് ജെട്ടി. അപ്പുറത്ത് വിവേകാനന്ദ പാറയിലെ ക്രെയിനുകളെയും നിർമ്മാണ സാമഗ്രികളെയും കണ്ടോ? വിവേകാനന്ദ പാറയിൽ നിന്നും ബോട്ടിലേക്ക് കയറാൻ വെയിറ്റ് ചെയ്യേണ്ട നടപ്പന്തലും ബോട്ട് ജെട്ടിയും കണ്ടോ? വലിയ ക്രെയിനും കോൺക്രീറ്റ് ബ്ലോക്കുകളും. കന്യാകുമാരിയിലെ ആരോഗ്യ നാടാർ പള്ളി. കാണാൻ നല്ല ഭംഗിയുള്ള പള്ളി. ഈ കാണുന്ന ചുവന്ന മേൽക്കൂര വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ടിൽ കയറുന്നവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള വെയിറ്റിംഗ് ഷെഡാണ്. ഇതാണ് ബോട്ട് ജെട്ടി. ബോട്ടുകൾ കിടക്കുന്നത് കണ്ടോ? ശക്തമായ കാറ്റും അടിയൊഴുക്കും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ബോട്ടുകൾ നിരന്തരം സർവീസ് നടത്തിക്കൊണ്ടിരുന്നവയാണ്. ശരിക്കും കാറ്റ് കാരണം ക്യാമറ പിടിക്കാൻ വലിയ പാടാണ്. കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ നിന്നും കടലിലേക്ക് ഇറങ്ങുന്നിടത്ത് ഒരു ചെറിയ മണ്ഡപം നേരത്തെ കണ്ടല്ലോ, അതാണിത്. അകത്തൊരു പീഠവും ഉണ്ട്. ഈ തിരുവള്ളുവർ പഴയ ഒരു തമിഴ് കവിയാണ്. തിരുക്കുറൾ രചിച്ചത് തിരുവള്ളുവരാണ്. തിരുവള്ളുവർ പ്രതിമ നിൽക്കുന്ന ബിൽഡിങ്ങിനകത്തേക്കുള്ള വാതിൽ. അപ്പുറത്ത് വേറെ ക്രെയിനുകളെയും കാണാം. എഴുപത്തിയേഴ് മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിന്. വിവേകാനന്ദ മണ്ഡപത്തിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് നേരെ അഭിമുഖമായാണ് ശ്രീപാദം മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ഇത് മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ദൃശ്യം. ഇത് ഇപ്പോൾ വിവേകാനന്ദ പാറയുടെയൊക്കെ ദൃശ്യത്തിൻ്റെ ഇടതുവശത്ത് നിന്നുമുള്ള കാഴ്ചയാണ്. തിരുവള്ളുവർ പ്രതിമയുടെ താഴത്തെ മണ്ഡപത്തിലെ മുൻവാതിലൂടെ പിൻവാതിലൂടെ കടന്നുവരുന്ന പ്രകാശം കാണാം. ബോട്ടുകൾ
അടുത്ത ആംഗിളിലേക്ക് പോകാം. ഇത് ഇപ്പോൾ ഏകദേശം നേരെ മുന്നിൽ നിന്നുള്ള ദൃശ്യമാണ്. ഈ പുലിമുട്ട് കണ്ടോ? അതിന് മുകളിലൂടെ ആളുകൾ പോകുന്നുണ്ട്, പക്ഷേ ഭയങ്കര കാറ്റാണ് അതിന് മുകളിൽ. ഒരുപാട് പേർ നിൽപ്പുണ്ട്. രണ്ട് പാറകൾക്ക് മധ്യത്തിൽ ഗ്ലാസ് ബ്രിഡ്ജിനടിയിലുള്ള പാറയെ കണ്ടോ? ആരോഗ്യ നാടാർ പള്ളിയുടെ അടുത്തെത്തി. പള്ളി അടച്ചിരിക്കുകയാണ്. ഞാൻ എത്തിയപ്പോൾ വൈകി. യേശുദേവന്റെ പ്രതിമ. പുലിമുട്ടിലേക്ക് കയറുന്നിടത്തു നിന്നുള്ള ദൃശ്യമാണ്. ഈ തീരത്ത് ധാരാളം പള്ളികളുണ്ട്. ഇതാണ് പുലിമുട്ട് ബ്രേക്ക് വാട്ടർ. പുലിമുട്ടിലൂടെ ക്യാമറയോ മൊബൈലോ പിടിച്ച് നടക്കണമെന്നുണ്ട്. പക്ഷേ അങ്ങനെ നടന്നാൽ കടലിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്കും കാറ്റാണ്. ഇത് പുലിമുട്ടിലെ പാറയിൽ ഇരുന്നുകൊണ്ടെടുത്ത ദൃശ്യമാണ്. കാറ്റ് കാരണം നിന്നുകൊണ്ടെടുക്കാൻ പറ്റില്ല. അടിപൊളി. പിന്നെ പുലിമുട്ടിലൂടെ കൂടുതൽ മുന്നിലേക്ക് പോയില്ല. കാരണം തിരികെ വരുന്നവർ പറഞ്ഞു അവിടെ ഭയങ്കര കാറ്റാണെന്ന്. അങ്ങേയറ്റത്ത് കുറേ പേർ ഇരിപ്പുണ്ട്. എണീറ്റ് നിൽക്കാൻ പറ്റാത്തത്രയും കാറ്റായതുകൊണ്ടാണ് അവർ ഇരിക്കുന്നത്. ഇവിടെ തന്നെ ഞാനിപ്പോൾ ഇരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിഭയങ്കരമായി കാറ്റില്ലായിരുന്നുവെങ്കിൽ നല്ല രസമായിരുന്നു. തിരികെ പോവുകയാണ് കന്യാകുമാരി ബസ് സ്റ്റേഷനിലേക്ക്. സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണിത്. പക്ഷേ ഈ തമിഴ് മക്കൾ വാദം കൊണ്ടുവന്ന് തമിഴ് മാത്രം മതി എന്നൊരു രീതിയിലേക്കാണ് ഇവിടം പോകുന്നത്. കന്യാകുമാരി ബസ് സ്റ്റേഷനിൽ ചെന്നാൽ ബസ്സുകളിൽ തമിഴ് ഭാഷയിലുള്ള ബോർഡുകൾ മാത്രമേ ഉള്ളൂ. ആരോടും ചോദിക്കാതെ സ്വന്തമായി ഒരു ബസ്സിൻ്റെ ബോർഡ് വായിച്ച് അതിൽ കയറാൻ പറ്റില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന ഭാഷ ഹിന്ദിയും ഇംഗ്ലീഷും തന്നെയാണ്. അതിനോട് മുഖം തിരിച്ചു നിന്നിട്ട് കാര്യമില്ല. പിന്നെ വിദേശികൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും കൂടുതൽ അറിയാവുന്നത്. ഇതാണ് കന്യാകുമാരി ബസ് സ്റ്റേഷൻ. തമിഴ് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേർ വരുന്ന സ്ഥലമാണ് കന്യാകുമാരി. ഇംഗ്ലീഷും ഹിന്ദിയും കൂടി ബോർഡിൽ ഉൾപ്പെടുത്തണം. നാഗർകോവിൽ ബസ് സ്റ്റേഷൻ ഇന്റർ സ്റ്റേറ്റ് ബസ് സ്റ്റേഷൻ ആയതുകൊണ്ട് ബസ്സിൽ ഇംഗ്ലീഷ് ബോർഡുകളുണ്ട്. KSRTCയുടെ പാലക്കാട്ടേക്കുള്ള മിന്നൽ ബസ് കണ്ടോ? കന്യാകുമാരിയിൽ നിന്നും 1K എന്ന നമ്പർ ബോർഡ് ഉള്ള ബസ്സിൽ കയറിയാൽ നാഗർകോവിൽ വടശ്ശേരി ഇന്റർ സ്റ്റേറ്റ് ബസ് സ്റ്റേഷനിൽ എത്താം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി എത്തും വരേക്കും ഗുഡ് ബൈ.